ഹലോ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് പഴം വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിതവിടെ 2 പഴം തിന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പഴമാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് അരക്കപ്പ് മൈദയിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചെടുത്തതും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മൈദ എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം കട്ടയൊന്നുമില്ല നല്ല പോലെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഇതേപോലെ ഒഴിച്ച് കൊടുക്കണ്ട, നമ്മൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. ചിലപ്പോൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കട്ടയൊന്നുമില്ല നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു തിക്കിലാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ ഉള്ളത്. ഇനി പാനിലേക്ക് കുറച്ചൊന്ന് നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ പീസ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പഴംപൊരിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന സെയിം രീതിയിൽ തന്നെ നീളത്തിലാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം വലിപ്പത്തിലല്ലാത്ത പഴമായതുകൊണ്ടാണ് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല വലിയ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നടു കട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിലും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ പഴത്തിൻ്റെ 2 സൈഡും ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഞാൻ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പഴുത്ത് കൊഴിഞ്ഞു പോവാത്ത പഴം എടുക്കുന്നതാണ് കേട്ടോ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ ഇവിടെ നല്ല പോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഈ ഒരു പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അടുത്തായിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് ചെറിയ എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചെറുതായിട്ടൊന്ന് ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അങ്ങനെ ഒരുപാട് റോസ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഇതിൽ നിന്നും മാറ്റി കൊടുക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്ന് ഒരു തവി മാവ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം മാവ് ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് റോൾ ചെയ്തെടുക്കാനൊക്കെ കുറച്ചും കൂടി ഈസി ആവും കേട്ടോ. അപ്പോൾ ഞാൻ പാനിലേക്ക് ഇപ്പോൾ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു മാവ് എൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ അതെല്ലാ സൈഡിലും കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടതിന് ശേഷം സെൻട്രലായിട്ടാണ് കേട്ടോ പഴം വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പഴം ഫുള്ളായിട്ട് ഇങ്ങനെ ഇതുപോലെ നിരത്തി വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി റോസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചെറിയ എടുത്തിട്ടുള്ള തേങ്ങ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനെ ഇതുപോലെ സൈഡിൽ നിന്ന് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ടീസ്പൂൺ തവിയും കൂടെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അധികം ഷാർപ്പായിട്ടുള്ള ടീസ്പൂൺ യൂസ് ചെയ്യരുത് കേട്ടോ. യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പൊട്ടിപ്പോവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം കൂടെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഞാൻ 2 സൈഡും നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ പാനിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്നാക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്, കുറഞ്ഞ സമയം മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അധികം കഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ കുട്ടികൾക്ക് ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.